നമ്മുടെ രാജ്യത്തെ നമ്മൾ ഒരു ക്വാസി ഫെഡറൽ കൺട്രി എന്നുള്ള രീതിയിലാണ് വിളിക്കാറുള്ളത്. കാരണം നമ്മുടെ രാജ്യത്തെ ഒരു ഫെഡറലിസ്റ്റ് രീതിയാണ് പിന്തുടരുന്നതെങ്കിലും പൂർണ്ണമായിട്ടും ഫെഡറലിസത്തിന്റെ എല്ലാ ആശയങ്ങളും അതുപോലെ നമ്മുടെ രാജ്യത്ത് ഫോളോ ചെയ്യുന്നതായിട്ട് കാണാറില്ല. മറിച്ച് നമ്മുടെ രാജ്യത്ത് ഫെഡറലിസത്തിൻ്റെയും അതുപോലെ തന്നെ യൂണിറ്ററിയുടെയും അതുപോലെ തന്നെ യൂണിറ്ററിയുടെയും ഒരു കോമ്പോസിറ്റ് ഫോമാണ് കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ക്വാസി ഫെഡറൽ എന്നാണ് വിളിക്കാറായിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരുന്നതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ എന്ന് നമ്മൾ അറിയാനുണ്ട്. അപ്പോൾ എന്താണ് ആദ്യം ഫെഡറൽ ഫീച്ചേഴ്സ് എന്ന് നോക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫെഡറൽ ഫീച്ചേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗവൺമെൻറ്റുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റും രണ്ടാമത്തത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഉണ്ട്. അടുത്ത പ്രത്യേകത ഈ 2 ഗവൺമെൻറ്റുകൾക്കും തമ്മിലുള്ള അകലം അല്ലെങ്കിൽ ഈ 2 ഗവൺമെൻറ്റുകളുടെയും അധികാര പരിധി വ്യക്തമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ സെൻട്രലിൻ്റെ അധികാരങ്ങൾ ഇതൊക്കെയാണെന്നും സ്റ്റേറ്റിൻ്റെ അധികാരങ്ങൾ ഇതൊക്കെയാണെന്നും കറക്റ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പറയുക. ഇതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന നോക്കിക്കഴിഞ്ഞാലും ആർട്ടിക്കിൾ 246 പ്രകാരം നമുക്ക് ഷെഡ്യൂൾ 7 എന്തുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ ചെറിയ ഓവർലാപ്പുകൾ വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു നമ്മുടെ രാജ്യത്തെ 2 ഗവൺമെൻറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഉണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഫെഡറലിസത്തിൻ്റെ ഒരു നേച്ചർ കാണിക്കാൻ വേണ്ടി പറ്റുമെങ്കിലും നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിന് ഒരു യൂണിറ്ററി ടെൻഡൻസി ഉണ്ട്. ഇതേ കേസ് തന്നെ 2 ഗവൺമെൻറ്റുകളുടെ ഷെഡ്യൂൾ ആർട്ടിക്കിൾ 246 പ്രകാരം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ഉണ്ട്. ഷെഡ്യൂൾ 7 വിഷയങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നോർമൽ സർക്കംസ്റ്റാൻസസിൽ മാത്രമാണ്. സോ ഒരു സാധാരണ നോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ മാത്രമാണ് ഇത് നിലനിൽക്കുക. ഇൻ കേസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അബ്നോർമൽ സിറ്റുവേഷനിലേക്ക് കടക്കുകയാണെന്ന് വെച്ചോ, ഉദാഹരണത്തിന് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എമർജൻസി സിറ്റുവേഷനിലേക്ക് കടക്കുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് അധിക അധികാരങ്ങൾ കിട്ടുന്ന ഒരു അവസ്ഥയാണ്. ഈ ഒരു ആർട്ടിക്കിൾ 246 പ്രകാരമുള്ള ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ അത് ഒരു സസ്പെൻഡ് ചെയ്യപ്പെടും, ഓട്ടോമാറ്റിക്കലി അതിനെ സസ്പെൻഡ് ചെയ്യപ്പെടും. ആ ഒരു സ്റ്റേറ്റിന് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളിൽ പോലും സെൻട്രലിന് അധികാരമുള്ള ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർമൽ സർക്കംസ്റ്റാൻസസിലെ നമ്മുടെ രാജ്യത്തിന് എന്താണുള്ളത്, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ആണെന്നും അതേസമയത്ത് ഒരു അബ്നോർമൽ സർക്കംസ്റ്റാൻസസ് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു യൂണിറ്ററി സെൻട്രൽ ഗവൺമെന്റിന് പൂർണ്ണ അധികാരമുള്ള രീതിയിലുള്ള ഒരു ഗവൺമെന്റ് ആണ് വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറാൻ പറ്റുന്ന ഈ ഒരു ഭരണഘടന ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയെ ക്വാസി ഫെഡറൽ എന്ന് വിളിക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം ഓർത്തു വെക്കേണ്ടത്, നമ്മുടെ ഭരണഘടനയിൽ എവിടെയും തന്നെ നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ ഭരണഘടനയാണ് അല്ലെങ്കിൽ ഒരു ഫെഡറൽ സിസ്റ്റം ആണെന്ന് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 1 നമ്മുടെ രാജ്യം പറഞ്ഞിരിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് മാത്രമാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അതായത് കുറേ സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമായിട്ടുള്ള യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഫെഡറൽ എന്ന് പറയുന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഭരണഘടനയുടെ നേച്ചർ ഫെഡറലിസം ആണെങ്കിലും നമ്മുടെ ഭരണഘടന പൂർണ്ണമായിട്ടും ഫെഡറൽ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്ന് ഓർത്ത് വെക്കാം. മറിച്ച് അതിനൊരു ക്വാസി ഫെഡറൽ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. നോർമൽ സർക്കംസ്റ്റാൻസസിലെ ഫെഡറൽ സിസ്റ്റം ആണ്. എന്നാൽ അബ്നോർമൽ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊരു യൂണിറ്ററി ടെൻഡൻസിയിലേക്ക് വരും എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഫെഡറൽ ഫീച്ചേഴ്സും ഒരുപാട് യൂണിറ്ററി ഫീച്ചേഴ്സും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെ ഫോക്കസ് പ്രധാനമായിട്ടുള്ള എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു ക്വാസി ഫെഡറൽ നേച്ചറിലേക്ക് പോയി എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ രാജ്യം ഒരു ക്വാസി ഫെഡറലിലേക്ക് പോയി? അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യം ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൊന്നാമതാണ് പ്രധാനമായിട്ടാണ് പാർട്ടീഷനും അതുമായി ബന്ധപ്പെട്ട കലാപങ്ങൾ എന്ന് പറയുന്നത്. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് കലാപങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു കലാപ സമയത്ത് നമ്മുടെ രാജ്യം വീണ്ടും ഭാവിയിൽ കലാപങ്ങൾ ഉണ്ടാവാനും ചിഹ്ന ഭിന്നമാവാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത്തരമൊരു സാഹചര്യത്തെ ഓവർകം ചെയ്യണമെങ്കിൽ സ്ട്രോങ് സെൻറ്റർ വേണം എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കനേഡിയൻ മോഡലായിട്ടുള്ള സ്ട്രോങ് സെൻറ്റർ ഉള്ള ഈ ഒരു ക്വാസി ഫെഡറൽ നേച്ചറിലേക്ക് നമ്മുടെ രാജ്യം തിരഞ്ഞെടുത്തത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് കാരണം പാർട്ടീഷനും അതുമായി ബന്ധപ്പെട്ട റയോട്ട്സും ആയിരുന്നു. ഇതുകൂടാതെ ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ്, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിലുള്ള ഇഷ്യൂസ് നമ്മുടെ രാജ്യത്ത് വളരെ രൂക്ഷമായിരുന്നു. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വാതന്ത്ര്യാനന്തരം തന്നെ നമ്മുടെ രാജ്യത്തെ ലിംഗ്വിസ്റ്റിക് ഡിമാൻഡുകൾ, അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആവശ്യങ്ങൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള റീജിയണലിസ്റ്റിക് ടെൻഡൻസീസ് കൂടുതലാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇതിനെ പിടിച്ചു നിർത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ഉണ്ടായാൽ മാത്രമേ നടക്കുള്ളൂ. അല്ലാതെ സംസ്ഥാനങ്ങൾക്ക് അവരുടേതായ അധികാരങ്ങൾ നൽകി കഴിഞ്ഞാൽ അവർ വേർപിരിഞ്ഞു പോകും. ഒരു സെഷനിസ്റ്റ് ടെൻഡൻസീസ്
സെസഷൻ, അതായത് പിരിഞ്ഞു പോകാനുള്ള ഒരു ടെൻഡൻസീസ് കാണിക്കുമെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്വാസി ഫെഡറൽ നേച്ചറിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി ഓർത്തു വയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ രാജ്യം എപ്പോഴും ഒന്നിച്ച് തന്നെ നിൽക്കണം, നമ്മുടെ രാജ്യം ഒരിക്കലും ഛിന്ന ഭിന്നമായി പോകരുത് എന്നുള്ള ഒരു താല്പര്യമാണ് ഈ ഒരു ക്വാസി ഫെഡറൽ നേച്ചറിലേക്ക് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇന്ന് ഈ ഒരു ക്വാസി ഫെഡറൽ നേച്ചർ ഒരുപാട് ചാലഞ്ചസ് നേരിടുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഈവൻ നോർമൽ സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെൻറ് അവരുടെ അധികാരം പരമാവധി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി, പരമാവധി അവരുടെ അധികാരം നടപ്പിലാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ഈ ഒരു ക്വാസി ഫെഡറൽ അല്ലെങ്കിൽ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട ചാലഞ്ചസ് ആണെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഗവർണർ എന്ന് പറയുന്നത് സെൻറ്ററിൻ്റെ ഏജന്റ്, സെൻറ്ററിൻ്റെ ആളാണ്, സെൻറ്റർ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ഗവർണറായിട്ട് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. സ്റ്റേറ്റിലെ എക്സിക്യൂട്ടീവ് ഹെഡ് ആണ് ഗവർണർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗവർണർ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തിനായി. ഉദാഹരണത്തിന് തമിഴ്നാട്ടിലെ നീറ്റ് ബില്ല് ഓൾറെഡി ലെജിസ്ലേച്ചർ പാസ്സാക്കിയിട്ട് പല പ്രാവശ്യം പാസ്സാക്കി, ഇപ്രാവശ്യവും പാസ്സാക്കിയിട്ട് അത് ഗവർണർ ഡിലേ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഗവർണർ ഒപ്പിടുന്നില്ല, ഗവർണർ പ്രസിഡന്റിന് റിസർവ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഗവർണർ അതിനെ ഡിലേ ചെയ്യുകയാണ്. ഇതെല്ലാം ഈ ഒരു ഫെഡറലിസത്തിൻ്റെ ഒരു ചാലഞ്ചസ് ആയിട്ട് വരും. കാരണം സെൻട്രൽ ഗവൺമെൻറ് ഗവർണർ ത്രൂ എന്ത് ചെയ്യുകയാണ്, അവിടെ ഹോൾഡ് ചെയ്ത് വെക്കുകയാണെന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡൽഹിയിലും അവിടെ മാറ്റങ്ങൾ വരുത്തിയിട്ടായിരുന്നു. ഡൽഹിയിലും അവിടുത്തെ ക്യാപിറ്റൽ ടെറിട്ടറിയുടെ നിയമങ്ങളിൽ മാറ്റം വരുത്തിയത് നമ്മൾ ഓൾറെഡി പറഞ്ഞുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡൽഹിയിലും എന്താണ് ഇതേപോലെ സെൻട്രൽ ഗവൺമെൻറ് അവരുടെ അധികാരം, ഡൽഹി ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിലും നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് പറഞ്ഞ ഒരു പ്രത്യേക പദവി ആണെങ്കിൽ പോലും അവിടെയുള്ള ഗവൺമെന്റ് ജനാധിപത്യപരമായിട്ട് എലക്ട് ചെയ്ത ഗവൺമെന്റ് അധികാരങ്ങൾ എടുത്തു കളയുന്ന രീതിയിലൊക്കെയാണ് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് മേലെ പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഈ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾക്ക് സെൻട്രൽ ഗവൺമെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തെ ഒരു സെറ്റപ്പ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി ഭയങ്കരമായിട്ട് കൂട്ടുകയും ഒരുപാട് തരത്തിൽ സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ മേലെ പ്രഷർ ചെലുത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് GST എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ടാക്സ് കൊണ്ടുവരികയും ആ ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഡ്യൂസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു രീതി, അതായത് സംസ്ഥാനങ്ങൾക്ക് വരുമാനത്തിലുണ്ടാകുന്ന കുറവ് സെൻട്രൽ ഗവൺമെൻറ് നൽകാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ വെക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു കോമ്പൻസേഷൻ കൃത്യമായിട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകാതെ സംസ്ഥാനങ്ങളെ പ്രഷറൈസ് ചെയ്യുന്ന രീതിയിലാണ്, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ പ്രഷറൈസ് ചെയ്യുന്ന രീതിയിലാണ് സെൻട്രൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇത്തരത്തിൽ താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വളരെ വേഗത്തിൽ ഫണ്ടുകൾ നൽകുകയും എന്നാൽ താല്പര്യമില്ലാത്ത പൊളിറ്റിക്കലി എഗെയിൻസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാനം, പൊളിറ്റിക്കലി താല്പര്യമില്ലാത്ത സംസ്ഥാനങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഫണ്ടുകൾ നൽകാതിരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഒക്കെ കാര്യമായിട്ട് രൂക്ഷമായിട്ട് വരുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. മറിച്ച് ഒരു പ്യുവർ ഫെഡറൽ സിസ്റ്റം ആണെങ്കിൽ അവിടെ സെൻട്രൽ ഗവൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല. സ്റ്റേറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള വരുമാനം കളക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട നികുതികളെല്ലാം തന്നെ, ഉദാഹരണത്തിന് കോർപ്പറേറ്റ് ടാക്സ്, കമ്പനികളിൽ നിന്നുള്ള നികുതി, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം ടാക്സ്, ഇതെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെന്റ് വലിയ നികുതി വരുന്ന ഭാഗമാണ് കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും. ഇത് രണ്ടും പ്രധാനമായിട്ടും കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റിന് കാര്യമായിട്ടുള്ള നികുതി വരുന്നത് ഇതിൽ നിന്നാണ്. മറിച്ച് സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്നീട് ഫൈനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സിന്റെ ഒരു നിശ്ചിത ശതമാനം സംസ്ഥാനങ്ങൾക്ക് വീതിച്ച് നൽകുന്നതെന്ന് ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പല തരത്തിൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റുകളെ പ്രഷറൈസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതെല്ലാം ആക്ച്വലി ഫെഡറലിസം നേരിടുന്ന ചാലഞ്ചസ് ആണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമ്മുടെ മെയിൻസിന്റെ സിലബസിലെ ഫെഡറലിസം ആൻഡ് ചാലഞ്ചസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം ക്വാസി ഫെഡറൽ ആണെന്നും ഫെഡറലിസം എന്ന വാക്ക് നമ്മുടെ ഭരണഘടനയിൽ ഇല്ല എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ UPSC ചോദിക്കാറുണ്ട്. അപ്പോൾ ഫെഡറലിസവുമായി ബന്ധപ്പെട്ട, ഫെഡറലിസത്തിന്റെ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും യൂണിറ്ററി ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടതായിട്ട് ഉണ്ട്.